അൻഷിബ വിഷയം തന്നെയാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ന്യൂസ് 18 കേരള എന്ന് പറയുന്ന ചാനലിൽ വന്ന ഒരു ഇന്റർവ്യൂ ആണ്. അത് കേട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ എല്ലാവരും അൻഷിബയുടെ കൂടെ നിൽക്കേണ്ട സമയമാണ്. കാരണം മലയാളത്തിലെ ഒരു കൂട്ടം തെമ്മാടികളായ ആൾക്കാർ എന്താണ് ചെയ്തു വെച്ച് അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയും ഉണ്ടാക്കിയിട്ട് അവിടെ കാണിക്കുന്ന തെണ്ടിത്തരങ്ങൾ അത് കൃത്യമായിട്ടും അൻഷിബ എന്ന് പറയുന്ന വ്യക്തി തുറന്ന് കാണിക്കുന്നുണ്ട്. എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. നമ്മുടെ മമ്മൂട്ടി അടക്കം മോഹൻലാൽ അടക്കമുള്ള ആൾക്കാരോട് പുച്ഛമാണ് തോന്നുന്നത്. നിങ്ങളൊക്കെ ആരെ സൂചിപ്പിക്കാനാണ്, ആരെ ഭയന്നിട്ടാണ് ഇരിക്കുന്നത്? ഈ അൻഷിബയ്ക്കുള്ള ധൈര്യം പോലും നമ്മുടെ ലാലേട്ടനോ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇല്ലല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെല്ലാം വേണ്ടതെന്ന് പറഞ്ഞാൽ പണം മാത്രമാണ്. അതായത് അവരുടെ സ്റ്റാർഡം പോകുമോ, അല്ലെങ്കിൽ അവരെ ബഹുമാനം പോകുമോ, അവരെ മൈൻഡാക്കത്തില്ലേ, ഇനി അവരെ വേറെ എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ഭയം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അവിടെ ഇപ്പോഴും സിനിമയില്ലാത്ത അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് നടത്തുന്ന ഒരു വലിയ ഒരു മാഫിയയുടെ കാര്യമാണ് ഇപ്പോൾ അൻഷിബ എന്ന് പറയുന്നത്. ഇത് കേട്ടപ്പോഴാണ് ഈ ഒരു സംഘടന കൊണ്ട് ആർക്കാണ് ഗുണം, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് അവിടെയുള്ള കാര്യങ്ങൾ അൻഷിബയെ പോലെയുള്ള ഒരാൾ വേണ്ടി വന്നു. യാതൊരു ലാഭവും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ യാതൊരു ഇതും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻഷിബ മാത്രമേ ഉള്ളൂ. ഞാൻ പറയുകയാണ്, ഒറ്റ തന്തക്ക് പറഞ്ഞവളാണ് ഈ അൻഷിബ എന്ന് പറയുന്ന കൊച്ചി. ഉള്ള കാര്യം എന്താ പറയുന്നത്, എനിക്കൊരു പുല്ലും ഇല്ലെങ്കിലും വേണ്ടിയില്ല, ഞാൻ വല്ല ജോലിക്കും പോയി ജീവിച്ചോളും എന്നാണ് ആ കുട്ടി പറയുന്നത്. പക്ഷേ അതിൻ്റെ ജീവന് വരെ ഭീഷണിയാണ്. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും അല്ല കാര്യങ്ങൾ. ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും കഴിവുള്ളവരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സിനിമാ താരങ്ങളുടെ കഴിവുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അൻഷിബ ഒന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം. കാരണം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ്. നമ്മളെല്ലാവരും കേൾക്കുന്നത് അപകടം മാത്രം നടന്നു എന്നാണ്. നമുക്കെല്ലാവർക്കും സംശയമുള്ള പല അപകടങ്ങൾ ഉണ്ട് താനും. അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് അൻഷിബയോട് എനിക്ക് പറയാനുള്ളത് വളരെ സൂക്ഷിക്കണം. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ വായിൽ നിന്നും പലതും വന്നിട്ടുണ്ട്. ആ വന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണെന്ന് നമ്മളെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു പക്ഷെ നാളെ മുതൽ എന്ന് പറഞ്ഞാൽ ഇവറ്റകളെ ഒന്നും സിനിമ കാണാൻ വരെ ഒരു മനുഷ്യന്മാരുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. പോകരുത്, സിനിമ ആണ് അതാ വേണ്ടത്. കാരണം ഇത്രയും തോന്നിയവാസികളായ ആൾക്കാരുടെ സിനിമ കാണാൻ പോകരുത്. ഇവറ്റകളൊക്കെ ജോലിയും കൂലിയില്ലാതെ മൂലക്കിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ബഹുമാനത്തോട് പറയുകയാണ്, മിസ്റ്റർ മമ്മൂട്ടി, മോഹൻലാൽ, നിങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇടപെടണം ഇതിൻ്റെ അകത്ത്. ഇതൊരു വലിയ മാഫിയ സംഘമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഈ അഭിമുഖത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കേട്ടിട്ട് നമുക്ക് അതൊന്ന് റിയാക്ട് ചെയ്യാം കേട്ടോ. പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പൊ ബേസിക്കലി ഒറ്റ സ്ഥലത്ത് നിന്ന് മെഡിസിൻ പോയിക്കൊണ്ടിരുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് മെഡിസിൻ പോവാൻ തുടങ്ങി. നമുക്കതിന്റെ കണക്കൊന്നും തരുന്നില്ല. ഇത് ഏതൊക്കെ മെഡിസിൻ കമ്പനികളിൽ നിന്നാണ് ഇത്രയും മരുന്നുകൾ പോണതെന്ന് ഞാൻ ഉൾപ്പെടെ പലർക്കും അറിയില്ല കമ്മിറ്റിയിലിരിക്കുന്ന. അപ്പോ ഇത് ചോദ്യം ചോദിക്കുമ്പോൾ ഇതിന് ഉത്തരവില്ല. അപ്പൊ ഇത് അങ്ങനെ തീരുമാനിച്ചു, ഇങ്ങനെ തീരുമാനിച്ചു എന്നൊക്കെയാണ് പറയണത്. അപ്പൊ അതെന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായില്ല. അത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനൊന്നും ഉത്തരവില്ല. ഇതെല്ലാം അൻഷിബ പറയുമ്പോഴാണ് അംഗങ്ങൾ പറയുന്നത്. അംഗങ്ങൾ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. കാരണം ഇത് ഞാൻ ഇപ്പോഴാണ് പറയുന്നത്. അപ്പൊ അത് എനിക്ക് ജനറൽ ബോഡിയിൽ ഞാൻ 22 മിനിറ്റ് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്റെ പിന്നെ എല്ലാത്തിനും പ്രൂഫ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ നോക്കി പറയാത്തത് കൊണ്ട് ചില പോയിന്റ്സ് ഒക്കെ വിട്ടുപോയിട്ടുണ്ട്. ചില കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതൊക്കെ അത് ചോദിക്കുമ്പോ അതിന് ഉത്തരമില്ല. അപ്പൊ അതിന് നമുക്ക് ഭയങ്കര വിഷമാവും. അത് ചോദിക്കുമ്പോ ചോദിക്കുന്ന ആളെ അതാണ്. അതായത് ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ആൾക്കാരെ പരിഹസിക്കുക. നീ ആരാണ് ഇതൊക്കെ ചോദിക്കാൻ? 450 പേരുള്ള ഒരു സംഘടനയാണിത്. നീ ആരാണ് ഇതൊക്കെ ചോദിക്കാൻ? നീ ഇന്നലെ മുളച്ച തകര ഏതോ ലാലേട്ടന്റെ 2 സിനിമയിൽ അഭിനയിച്ചു എന്ന് കരുതിയിട്ട് ഞങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാൻ വരുന്നോടി. ഞങ്ങളെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നല്ലവണ്ണം നക്കി തിന്നാം. അതാണ് ഇവരൊക്കെ പറയുന്നത്. അങ്ങനെ കേട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നക്കി തിന്നാം. ഇതാണ് അവിടെ നടന്നത് എന്ന് അൻഷിബ പറയുന്നുണ്ട്. അതായത് മെഡിസിൻ വാങ്ങിക്കുന്നത് ഈ നമ്മളെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നടന്റെ കമ്പനിയിൽ നിന്നാണ്. അപ്പൊ അയാളാകുമ്പോൾ അയാളുടെ പിന്നെ ആ ഒരു അമ്മയിലെ മെമ്പറാണ്. എന്തെങ്കിലും ചെറിയ ഒരു ലാഭം എടുത്തിട്ടാണ് അയാൾ കൊടുക്കുന്നത്. പക്ഷെ അത് കൂടാതെ ഇവരുടെ സ്വാർത്ഥ താല്പര്യക്കാർക്ക് വേണ്ടിയിട്ട് അതൊക്കെ മാറ്റി എഴുതി ആരാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇതിന്റെ ലാഭങ്ങളോ ഇതിന്റെ കണക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, 10 കമ്പനി പോയി കഴിഞ്ഞാൽ 10 തരത്തിലുള്ള വിലയായിരിക്കും മരുന്നിന്. അതുകൊണ്ട് തന്നെ മരുന്നിന്റെ കാര്യമല്ലേ, അതുകൊണ്ട് ആരും ചോദ്യം ചെയ്യത്തുമില്ല. ഇതാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം.
അറിയാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ട് ഈ അൻഷിബ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു പോയിട്ട് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ സംസാരിച്ചപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അൻഷിബ എന്ന അഹങ്കാരിയായി, അൻഷിബ ചോദ്യം ചോദിക്കുന്നവളായി. അൻഷിബേനെ മാറ്റിയത് തന്നെ എന്തിനാ വെച്ചാൽ അൻഷിബേന്റെ വായ മൂടിക്കെട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് അൻഷിബക്ക് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ജെനുവിനായിട്ടുള്ള പിന്തുണയാണ്. പക്ഷെ ഇവർക്കൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ പളവളപ്പിന്റെയും പത്രാസിന്റെയും പിന്തുണകൾ മാത്രമാണ്. അതായത് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഒരു സ്ഥാനമുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ 25 ആൾക്കാർ വേറെ ഉണ്ടാകും. അവരുടെ നിർദ്ദേശങ്ങളും ഇതൊക്കെ ആജ്ഞ അനുസരിക്കുന്ന കുറെ ആളുണ്ടാകും. പക്ഷെ അൻഷിബ എന്ന് പറയുന്നത് ഒറ്റയാണ്, ഒറ്റ തന്തക്ക് വരുന്നവളാണ്. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു വ്യത്യാസം. കാരണം അവിടെ ജോലിയില്ലാതെ കൂലിയില്ലാതെ കുറെ എണ്ണം ചടഞ്ഞുകൂടി ഇരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘടനയെ കൈപ്പിടിയിൽ ഒതുക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വല്ലതും ഞണ്ണാനും വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ സംഘടനയെ മൊത്തം അങ്ങ് നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇവരൊന്നും അവിടെ ഇരിക്കുന്നത്. ബാക്കിയോട് കേട്ടിട്ട് വരാം. ഇത് ഉൾപ്പെടെ ഇവിടെ നിന്ന് പുറത്തുപോയ ആളുകളെ തിരികെ കൊണ്ടുവരണം, അതാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ മറുഭാഗത്ത് മുൻ പ്രസിഡന്റ് പറയുന്നത് ഇനി വീണ്ടും ഭരണം പോകുന്നത് കള്ളന്മാരിലേക്കാണ് അല്ലെങ്കിൽ അവരിലേക്കാണ്. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് മാച്ച് ആവുന്നത്? എനിക്കറിയില്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്ത് നടക്കുന്നു എന്നുള്ളത് ഞാനും കാണാൻ ക്യൂരിയോസിറ്റിയിൽ വെയിറ്റിംഗ് ആണ്. അതിജീവിത ഉൾപ്പെടെയുള്ള ആളുകളെ വിളിക്കാനുള്ള എന്തെങ്കിലും ശ്രമം? ഒരു ഇനിഷ്യേറ്റീവ് അവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റില് നമ്മുടെ കമ്മിറ്റി ഭരണത്തിലേറിയ ഉടനെ പ്രസിഡന്റ് എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് അതിജീവിതയെ ഉൾപ്പെടെ പോയ എല്ലാരും തിരിച്ചു വിളിക്കുന്നതാണ്. അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ മീറ്റിംഗ് അമ്മ ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് കൂടിയ സമയത്ത് പ്രസിഡന്റ് തന്നെ പറഞ്ഞു ചില മെമ്പേഴ്സിന് അത് ഇഷ്ടപ്പെട്ടില്ല. അതായത് അതിജീവിത ഉൾപ്പെടെയുള്ള അവിടെ നിന്നും ഇറങ്ങിപ്പോയവരെ തിരികെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോഴേ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു വലിയ സംഘം ഇടപെട്ടു. അതായത് ഇനി അവരെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ ചോദ്യം ചെയ്യും. അതായത് പുറത്തു നിന്ന് ആൾക്കാർ ചോദ്യം ചെയ്യും. അത് വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഉണ്ടുറങ്ങിയിട്ട് സുഖമായിട്ടെങ്കിൽ ജീവിക്കാം, വേറെ ആരും ചോദ്യം ചെയ്യരുത്. ഇപ്പം ചോദ്യം ചെയ്യുന്ന ആകെയുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ അൻഷിബ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അൻഷിബയ്ക്കെതിരെ ഇത്രയും വലിയൊരു അറ്റാക്ക് വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വലിയൊരു സംഭവങ്ങളെല്ലാം ഇത് എന്താ വെച്ചാൽ അൻഷിബയുടെ മുകളിൽ എടുത്തു വെക്കണമെങ്കിൽ ഇവരൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞൊരു വലിയ തെറ്റ് തന്നെയാണ്. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അത് ചൂണ്ടിക്കാട്ടുന്ന അൻഷിബയ്ക്കെതിരെ ഇവരെല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ലക്ഷ്മിപ്രിയ പറഞ്ഞ മദ്യപാനിയാണ് ഞാൻ അവൾക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അവളെ ആണുങ്ങളെ കൊണ്ടുവരുന്നവളാണ് എന്ന് പറയുന്നത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു വലിയ ഗൂഢാലോചനയുണ്ട്. അതായത് അൻഷിബയെ പരമാവധി ഇനി എവിടെയെങ്കിലും നാണം കെടുത്താൻ നോക്കുക. ഇവിടെ എപ്പോഴും എന്ന് പറഞ്ഞാൽ ശ്വേതാമേനോൻ വലിയ ടീമാണെന്നാണ് പറയുന്നത്. ഈ ശ്വേതാമേനോൻ വരെ നാണം കെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശ്വേതാമേനോൻ ആയിക്കഴിഞ്ഞാലും ഈ മക്കോ ഗിക്കോ കുക്കോ കക്കി എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നാണം കെട്ട അവസ്ഥയിലാണ്. ഇവരെയൊന്നും വെറുതെ വിടില്ല എന്ന് തന്നെയാണ് മറ്റംഗങ്ങൾ എല്ലാവരും പറയുന്നത്. അൻഷിബ പറഞ്ഞ അതേ റൂട്ടിൽ തന്നെയാണ്. അതായത് അവിടെയുള്ള 400 അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻഷിബയ്ക്കാണ് പിന്തുണ കൊടുക്കുന്നത്. അൻഷിബ പറഞ്ഞതാണ് ശരി. മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്നത് മുഴുവൻ എന്ന് പറഞ്ഞാൽ കള്ളത്തരം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശ്വേതാമേനോന്റെ നിലപാട് നിങ്ങൾ കണ്ടില്ലേ? നിലപാട് സിംഹമാണ്, ഞാനെന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ ഈ ശ്വേതാമേനോൻ എന്നിട്ട് നേരെ ജയിച്ചപ്പോഴെന്താ, അയ്യോ ചില ആൾക്കാർക്ക് ഇഷ്ടമില്ല, അങ്ങനെയാണെങ്കിൽ മേഡം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇരിക്കണോ, ഇങ്ങനെ അള്ളിപ്പിടിച്ച് ആ ഒരു സ്ഥാനത്ത് ഇരിക്കണോ? ശ്വേതാമേനോനെ അന്ന് തന്നെ വെച്ചിട്ട് ഇറങ്ങി പോയിക്കോടായിരുന്ന. എന്നിട്ട് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു കമ്മിറ്റിയുടെ പേരും പറഞ്ഞ് അതുപോലെ തന്നെ എന്തോ BJP-യിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നിട്ടുണ്ടോ എന്ന് നമുക്കാർക്കും അറിയില്ല. കാരണം എന്താ വെച്ചാൽ 75 ലക്ഷം ഉറുപ്പ്യല്ല ഒരു അമ്പലത്തിന്റെ വക കൊണ്ട് കൊടുക്കുക പോലും ഇവന്മാർക്ക് എന്താ തലക്ക് ഓളമില്ലായിരുന്നു. 75 ഉറുപ്പ്യ സിനിമാ താരങ്ങൾക്ക് കൊണ്ട് കൊടുക്കുന്ന എന്തിനാ? അപ്പൊ ആ അമ്പലത്തിന്റെ വരുമാനം എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു 5 പാവപ്പെട്ടവന് വീടെടുത്ത് കൊടുത്തൂടെ? അതൊന്നും കൊടുക്കത്തില്ല. ഇങ്ങനെയുള്ള സിനിമാ താരങ്ങളെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട ജനങ്ങൾ കാണിക്കയിലിടുന്ന പൈസ ഉപയോഗിക്കുന്നവന്മാർക്കെതിരെ വേണം തിരിയാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തും കൂടി വരട്ടാടുന്നത് ണെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ആണ്. ഇതിനാൽ പരിഹരിച്ചിരിക്കുന്നു എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എസ്സേ എഴുതിയിട്ടുണ്ട്. അത് ഫുൾ സ്റ്റോപ്പ്. അപ്പൊ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോ ആ കുത്ത് ഇച്ചിരി വലിയ കുത്തായിരിക്കും. ഒറ്റ ഫുൾ സ്റ്റോപ്പല്ലേ നമ്മൾ ഇടുള്ളൂ. അതിനൊരു വലിയ കുത്തുണ്ട്. അതിന്റെ ഇടയിലൊക്കെ ഉള്ള കുത്ത് ചെറുതാ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അടുത്ത 2 ലൈൻ എഴുതി ചേർത്തിട്ടുണ്ട് എസ്സേ. ഇതിന്മേൽ പരാതിക്കാരിയുടെ ഭർത്താവിന് ഇതിന്റെ ഒരു കോപ്പി മൊബൈൽ ഫോണിൽ വാട്സപ്പ് മുഖാന്തരം അയച്ചു നൽകിയിട്ടുണ്ട്. ഈ 2 വരെ ഞാൻ ഒപ്പിടുന്നവരെ ഇല്ലായിരുന്നു.
അത് ഞാനിട്ട്, അതായത് ഖേദം പ്രകടിപ്പിക്കുന്നു, പരാതി ഇതിനാൽ പരിഹരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സാധനം പറഞ്ഞിട്ടുള്ള ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ഒരു വ്ളോഗർ പറഞ്ഞ ഒരു പ്രശസ്ത ഭാഗമുള്ളത്. എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിപ്രിയയ്ക്ക് എല്ലാ തരത്തിലുള്ള പിടിപാടുകളുമുണ്ട്, അവരുടെ ഭർത്താവിനും അതിൻ്റെതായ പിടിപാടുകളുണ്ട്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ നടക്കോടെ. ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ പറയുമ്പോൾ അവരുടെ ഭർത്താവ് വരെ എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ ചോദ്യം ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നടക്കുമോ? അതാണ് പറയുന്നത്. അതായത് ഇവരുടെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലും ഇവർ നോക്കിയിട്ടുണ്ട്. പല തരത്തിലുള്ള ആൾക്കാരുടെ കൊള്ളരുതായ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കറിയാം. അതൊക്കെ ഇവർ വെളിയിൽ പറയും എന്നുള്ള ഭയം ഇവർക്ക് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ അൻസിബയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ച് നോക്കണം. എത്ര മ്ലേച്ഛമായ കാര്യമാണ്. ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആരെയും നിങ്ങൾക്കറിയാം. അതായത് വലിയ വലിയ സംഭവമാണെന്നൊക്കെ പറയുന്ന ജയൻ ചേർത്തല, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജോയി മാത്യു, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കൂട്ടുനിന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ ഇവറ്റുകളോടൊക്കെ പുച്ഛമാണെന്ന്. ഇവരൊക്കെ കമ്മിറ്റിയിലുള്ള ആൾക്കാരാണ്. എന്നിട്ട് ഈ അൻസിബയുടെ ഭാഗത്ത് കൂടാൻ വരെ ഇവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഈ അൻസിബ എന്ന് പറയുന്ന പുലിക്കുട്ടി അവിടെ പൊരുതിക്കൊണ്ട് നിന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തൊരു വിരോധാഭാസമാണിത്. അടുത്ത വരട്ടെ ഇതിങ്ങനെ കുറെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇതൊന്നും അറിയാതെയാണല്ലോ അവിടെ ഇരിക്കണേ. ഇത്രയും ഉണ്ട്. ഇത് പുറത്ത് അത് പറഞ്ഞു. ഈ തെളിവുകളൊക്കെ കേരള സമൂഹം കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇനിയും കേരള സമൂഹം എങ്ങനെയാണ് ആ കുട്ടിയെ കാണാൻ പോകുന്നതെന്ന് പോലും എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചും നാണം കെടുത്തുന്ന തരത്തിൽ സംസാരിക്കുക വരെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അത് എന്നോട് എത്രയോ പേര് തയ്ച്ചിട്ട് ചോദിച്ചു, അതെന്താണ് അങ്ങനെ പറയണത്? ഞാൻ പറഞ്ഞത്, ഞാനിപ്പോഴും പറയണത്, ഞാൻ അവിടെ 10:30 മുതൽ 3:10 വരെ ഉണ്ടായ CCTV ഫൂട്ടേജ് ഉണ്ടെങ്കിൽ എല്ലാം വിടട്ടെ എന്നാണ്. അപ്പൊ അവിടെ CCTV ഇല്ല. അപ്പൊ ഞാൻ പറയണത്, ധൈര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 1 മണിക്കൂർ 17 മിനിറ്റ് എത്രയോ സെക്കൻഡ് ഉള്ള ഡിജിറ്റൽ തെളിവ് പുറത്ത് വിടട്ടെ. അപ്പോ അങ്ങനെ പറഞ്ഞിട്ട് കേറിയ ആളാണ് ഈ പരാതിക്കാരി. പോലീസ് റിപ്പോർട്ട് വന്നപ്പോ ഈ റിപ്പോർട്ട് ഞാൻ ആദ്യം കാണുന്നത് മാധ്യമങ്ങളിലാണ്. അൻസിബയുടെ പരാതിയിലും കഴമ്പില്ല, മറ്റേ വ്യക്തിയുടെ പരാതിയിലും കഴമ്പില്ല എന്ന്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ ഞാൻ ആദ്യം എനിക്ക് വന്ന ചോദ്യം ഇതാണ്, എന്റെ പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞു, ഓക്കെ. ആദ്യത്തെ വ്യക്തിയുടെ പരാതിയിലും കഴമ്പില്ല എന്ന് പറഞ്ഞു. കഴമ്പില്ലാത്തൊരു പരാതിയുടെ പുറത്ത് നോട്ടീസ് ഇല്ലാതെ എന്നെ വനിതാ സെല്ലിലേക്ക് വിളിച്ചു വരുത്താനുള്ള അവകാശം പോലീസുകാർക്കുണ്ടോ? അത്രയും നേരം അവിടെ സ്പെൻഡ് ചെയ്യിക്കാനുള്ള അവകാശം പോലീസുകാർക്കുണ്ടോ? അതായത് എല്ലാവരുടെയും ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ അൻസിബ എന്ന് പറയുന്ന ഈ കുട്ടി ഒരു മതത്തിൻ്റെ ആളാണ്, മുസ്ലിം ആണ്, അതുകൊണ്ട് തന്നെ ജിഹാദി എന്ന് വിളിക്കാം, അവൾക്ക് അതിൻ്റെ അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ അങ്ങ് ഇല്ലാതാക്കുക. അതിന് കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ കൂട്ടുനിന്നിട്ടുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിലായാലും എല്ലാ തലത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ BJPയും കോൺഗ്രസും മാർക്സിസ്റ്റും എല്ലാം ഉണ്ടാകും. അപ്പോൾ അവർക്ക് ആധിപത്യമുള്ള ആൾക്കാർ വരുമ്പോഴെന്ന് പറഞ്ഞാൽ അവർ കുറച്ച് കൂടുതൽ സ്നേഹിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് ഏത് ഭരണം മാറിക്കഴിഞ്ഞാലും ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും എവിടെയായി കഴിഞ്ഞാലും ഇത് തന്നെയാണ് സ്ഥിതി. ഏത് നാട്ടിലും ഇല്ലാട്ടാ, മലയാളികളുടെ ഇടയിൽ മാത്രമേ അതുള്ളൂ. ബാക്കി എല്ലാ നാട്ടിലെന്ന് പറയുന്നത് ഇവർ ആരും ഉണ്ടാവില്ലല്ലോ, ആകെ ഒരു ടീം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയാണ്. ഇവിടുത്തെ ഒരു ആചാരം എന്നുള്ള തരത്തിൽ ഇത് അങ്ങനെയാണ്. പിന്നെ മറ്റൊരു കാര്യം അൻസിബ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 17 പേരുടെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ലക്ഷറി ആയിട്ടുള്ള തിന്നാനും കുടിക്കാനുമുള്ള സാധനങ്ങൾ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് 17 പേരുടെ മീറ്റിങ്ങിന് എത്ര ലക്ഷറി ആയിട്ടാണ് ഇവർ തിന്നോ കുടിക്കുകയും ചെയ്യുന്നത് അറിയാം. കുറേ കളയും, കുറേ തിന്നും, അവിടെ നട്ടകസിക്കും, അവിടെ നാർത്തുല്ലസിക്കും. ഇങ്ങനെയുള്ള പല പരിപാടികളുമാണ് അവിടെ നടക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാർ അധ്വാനിച്ചു കൊണ്ട് കൊടുക്കുന്ന 2 ലക്ഷം രൂപ എന്ന് പറയുന്ന ജീവനക്കാരുടെ മെമ്പർഷിപ്പാണ്. ആ മെമ്പർഷിപ്പിൽ നിന്നാണ് ഇമാതിരി തോന്നിയവാസങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. ഇതൊന്നും അറിയാത്ത നമ്മുടെ ലാലേട്ടനായാലും മമ്മൂട്ടി ആയാലും എന്തിനാണ് വെറുതെങ്കിലും ഈ അമ്മ സംഘടനയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത്? അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘടന അപ്പോൾ അങ്ങ് പുറത്തു പോയിക്കൂടെ? അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകളെ ഒന്നും ഇനി തിരിച്ചു വിളിക്കാൻ പാടില്ല. ഈ പോയ ടീമിനാ എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ അൻസിബയെ കാര്യമായിട്ടുള്ള എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ ഈ അൻസിബയെ അവിടെ എന്തെങ്കിലും അവർ വേറെ ഒരു തൊഴിലിനും പോട്ടെ, അവർ ഈ തൊഴിൽ ചെയ്തോട്ടെ. ആ സംഘടനയെ നല്ല രീതിയിൽ നടത്താൻ കഴിവുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ മാത്രമാണ്. അതുപോലെ തന്നെ അൻസിബ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നിമിഷവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച്
വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും അൻസിബയ്ക്ക് സപ്പോർട്ടുമായിട്ട് വരിക. നന്ദി, നമസ്കാരം.